ഇടുക്കി കൂട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി SP. റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെടുക്കുമെന്ന് SP TK വിഷ്ണു പ്രദീപ്. രാത്രിയിൽ വാഹനങ്ങൾക്ക് നേരെ പടക്കമെറിഞ്ഞുവെന്ന പരാതിയിലാണ് CI എത്തിയതെന്ന് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, പുതുവത്സര തലേന്ന് നടത്തിയ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് ഈ ഓട്ടോ ഡ്രൈവറെ പോലീസ് മർദ്ദിക്കുകയും പല്ലടിച്ചു കൊഴിച്ചുവെന്നുമാണ് പരാതി. ഒടുവിൽ ഒത്തുതീർപ്പിന് പോലീസ് എത്തുകയാണ്. ഒരു മാസത്തിനുള്ളിൽ പൈസ നൽകാമെന്ന് പറഞ്ഞു, പക്ഷേ CI നൽകിയില്ല. ഇതേ തുടർന്നാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ. കഴിഞ്ഞ വർഷം 31 അതായത് ന്യൂ ഇയറിന് തലേ ദിവസമാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഈ ന്യൂ ഇയർ ആഘോഷം നടക്കുകയായിരുന്നു ഈ ഒരു കൂട്ടാർ ടൗണിൽ. ആ സമയത്ത് ഏതാനും യുവാക്കൾ ഈ മുരളീധരൻ ഉൾപ്പെടെ ഇവിടെ തൊട്ടടുത്ത് നിന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് പോലീസ് വാഹനം വന്ന് നിൽക്കുകയും ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ഈ പടക്കമെല്ലാം പൊട്ടിച്ചു തീർത്ത ശേഷം പോയിക്കൊള്ളാമെന്ന് യുവാക്കൾ നിർദ്ദേശം നൽകി. ആ സമയത്ത് പ്രകോപിതനായാണ് ഈ യുവാക്കളെ മാറ്റുന്നതിനോടൊപ്പം ഇവരുടെ, അതായത് ഈ മുരളീധരനും സുഹൃത്തുക്കളും നിന്ന സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നതും മുരളീധരൻ ഉൾപ്പെടെയുള്ളവരെ തള്ളി മാറ്റുകയും ചെയ്തത്. ഇതിനിടെയാണ് മുരളീധരന്റെ മുഖത്ത് ഈ CI ആയിട്ടുള്ള വ്യക്തി, അതായത് ആഞ്ഞടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം, വലിഞ്ഞടിക്കുകയായിരുന്നു. മുഖത്തേക്ക് വലിഞ്ഞടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. അത്തരത്തിൽ ഈ വലിഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ഈ മുഖത്ത് ഇദ്ദേഹം താഴെ വീഴുകയും ഇദ്ദേഹത്തിന്റെ പല്ല് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഇദ്ദേഹം വീട്ടിലോട്ട് പോവുകയും രാവിലെ ഈ മോണയ്ക്ക് കലശലായി വേദന എടുത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ പോയത്. അതിനുശേഷം പോലീസിൽ പിന്നീട് പരാതി നൽകുകയും ചെയ്തു. ഈ സമയത്താണ് CI ഒത്തുതീർപ്പുമായി വരുന്നത്. ഈ ഒത്തുതീർപ്പിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകിക്കൊള്ളാമെന്നുള്ളതാണ് ഈ CI ആയിട്ടുള്ള ഷമീർ ഖാൻ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോഴും ഈ ചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് ചിലവായ തുക ഇദ്ദേഹം നൽകാതായതോടെയാണ്, ഈ CI നൽകാതായതോടെയാണ് നിലവിൽ ഇപ്പോൾ ഇവർ പരാതിയുമായി SP യെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ അടിയന്തരമായ നടപടി എടുക്കുമെന്നുള്ളതാണ് SP-യുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. റിപ്പോർട്ട് കിട്ടിയാലുടൻ ഈ CIക്കെതിരെ നടപടി ഉണ്ടാകും. ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ ASPക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ രാത്രിയിൽ മദ്യപിച്ച് വരുന്ന വാഹനങ്ങൾക്ക് നേരെ പടക്കമെറിഞ്ഞു വന്നൊരു പരാതി ലഭിച്ചതിനെ തുടർന്നാണ് CI എത്തിയതെന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. അത്തരത്തിൽ എത്തുമ്പോൾ പോലും അവിടെയുള്ള കാര്യങ്ങൾ ഏത് തരത്തിലെന്ന് ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സമയം പോലും അവിടെ CI എടുത്തില്ല. വന്ന ഉടനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ പിരിച്ചുവിടാനും അവിടെ നിന്ന ആളുകളെ മർദ്ദിക്കാനുമാണ് CI ഷമീർ ഖാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ അടിയന്തരമായി തന്നെ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് മുരളീധരൻ പറയുന്നത്. റിപ്പോർട്ട് എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണണം. അത് അന്വേഷണം ഇത്രയും താമസിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അതിലൊരു നടപടി വേണമെന്നുള്ളൊരു കാര്യമാണ് ഈ പരാതിക്കാരനായ മുരളീധരന്റെ ആവശ്യം. അതായത് സുബിൻ, ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഈ ഓട്ടോ ഡ്രൈവറെ പിടിച്ചു തള്ളുകയാണ്. ആ പിടിച്ചു തള്ളി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ പല്ല് ഒടിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു മാസമായിട്ടും ഈ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകാമെന്ന് CI വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും ആ പൈസ മുരളീധരന് ലഭിക്കുന്നില്ല. മാത്രവുമല്ല, കുടുംബമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളാണ് SP-ക്ക് പരാതി നൽകിയത്. തുടർന്നാണ് ഈ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങളിലേക്ക് വരുന്നൊരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. SP-യുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഇക്കാര്യത്തിൽ ഇതുവരെയും SP ആയിട്ടുള്ള ഷമീർ ഖാന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രധാനമായും ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് SP-യുമായി സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരമാണ് ഇത്തരത്തിൽ ഈ ഒരു SP അവിടെ രാത്രിയിൽ എത്തുന്നത്, രാത്രിയിൽ മദ്യപിച്ച് വാഹനങ്ങൾക്ക് നേരെ പടക്കമെറിയുന്നു എന്നുള്ളൊരു പരാതി ആരോ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷമീർ ഖാൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത് എന്നുള്ളതാണ് SP നമുക്ക് നൽകിയിട്ടുള്ള വിവരം. ഇത് പൂർണ്ണമായൊരു റിപ്പോർട്ട് ASP വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ അതിലായിരിക്കും ഈ ഒരു ഷമീർ ഖാന്റെ വിശദീകരണം ഉണ്ടാവുക. അതിൽ തൃപ്തി ഏത് തരത്തിലാണോ എന്നുള്ള കാര്യം അതിനുശേഷം അത് റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഷമീർ ഖാന്റെ ഭാഗത്തു നിന്ന് നേരിട്ട് ഉള്ള ഒരു വിശദീകരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതുള്ള കാര്യം. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു
പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശ്നം ഷമീർ ഖാന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് SP വ്യക്തമാക്കിയിട്ടുള്ളത്. അത് റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നും SP പറയുന്നുണ്ട്. എന്തായാലും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് CI ആക്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നു, അതിനുശേഷം അവിടെയുള്ള ആളുകളോട് പിരിഞ്ഞ് അപ്പുറത്തെ റോഡിന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു, അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഈ ഒരു മുരളീധരനും സുഹൃത്തുക്കളും നിൽക്കുന്നതിന് അടുത്ത് വന്ന ശേഷം അവരെ തള്ളി മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് മുരളീധരന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നത്. ആ സമയത്ത് ദൃശ്യങ്ങൾ തന്നെ കാണാം, അടി കൊണ്ട് മുരളീധരൻ ആ റോഡിലേക്ക് തന്നെ വീഴുകയും ചെയ്തു. അതിനുശേഷം അയാളെ ഒന്ന് നോക്കാൻ, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അടുത്തയാളെ മർദ്ദിക്കാനുള്ള അല്ലെങ്കിൽ അടുത്തയാളെ തല്ലാനുള്ള ആ ഒരു ത്വരയിൽ അദ്ദേഹം മുമ്പോട്ടേക്ക് പോവുകയാണ്. തൊട്ടുപുറകെ വന്ന മറ്റു പോലീസുകാരാണ് ഈ മുരളീധരനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതും പിന്നീട് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നതും. അത്തരത്തിൽ യാതൊരു പ്രകോപനവും കൂടാതെ എത്തുന്നു. അവിടെ എന്താണ് നടന്നത് എന്നുള്ളൊരു പ്രാഥമികമായ പരിശോധന പോലും നടത്താതെ ഈ നിൽക്കുന്ന ആളുകളെ, സാധാരണക്കാരായ ആളുകളെ കയ്യേറ്റം ചെയ്യാനുള്ളൊരു വലിയൊരു ശ്രമമാണ് ഈ ഷമീർ ഖാൻ നടത്തിയത് എന്നുള്ളതാണ് ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ ഈ ഷമീർ ഖാന് വലിയ രീതിയിലുള്ള ഷമീർ ഖാന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇടുക്കി കൂട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് SP. വിവരങ്ങളാണ് സുബിൻ പങ്കുവച്ചത്.